ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ നോർത്ത് ഗോവയിലെ ഫേമസ് ആയിട്ടുള്ള പാര കോക്കനട്ട് റോഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ബ്രിഡ്ജില്ലേ, അതാണ് കേട്ടോ ഇന്ത്യയിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിന്റെ പേരാണ് സുവാരി ബ്രിഡ്ജ്. പിന്നെ ഈ ഒരു ബ്രിഡ്ജിന് മറ്റൊരു ഗോവയിൽ പറയുന്ന പേരാണ് മനോഹർ സേതു എന്ന്. അപ്പോൾ ഇതിന്റെ അടിയിലൂടെ ഒഴുകുന്നത് നമ്മുടെ സുവാരി റിവർ ആണ്. ഇത് 640 മീറ്റർ ആണ് ഇതിന്റെ നീളം വരുന്നത്. നമ്മളുടെ 2022 ഇത് ഗോവയിൽ പണി കഴിഞ്ഞത്. നല്ല ഭംഗിയുള്ള ബ്രിഡ്ജാണ് കേട്ടോ. ഞങ്ങൾ എപ്പോഴും ആ വഴിക്ക് പോകുമ്പോൾ എപ്പോഴും നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ആഗ്രഹം തോന്നും. അത്രയ്ക്ക് നല്ല ഒരു എന്താ പറയാ, ഹോളിവുഡ് ലുക്കിലുള്ള ഒരു ബ്രിഡ്ജാണ് ഈ സുവാരി ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജാണ് സൗത്ത് ഗോവയും നോർത്ത് ഗോവയും കൂടി തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഈ കാണുന്ന മാൾഡി ഗോവ ഇല്ലേ, അതാണ് നമ്മുടെ ഗോവയിലെ ഒറ്റ ഒരു മാള്. അപ്പൊ ഇതാണ് നമ്മളുടെ കോക്കനട്ട് പാറ റോഡ്. ഇവിടെ പണ്ട് ഇതേപോലെ പേ പാർക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോ ടൂറിസ്റ്റുകൾ വന്ന് കൂടുന്നതിനനുസരിച്ചിട്ട് ഓരോരോ എന്താ പറയാ, ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പേ പാർക്കിംഗ് ആണ്. കാറിനാണെങ്കിൽ 100 ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ ബൈക്കാണ് എടുത്തിരുന്നത്. ബൈക്കിന് 50 ആണ് അവർ വാങ്ങിയത്. അപ്പൊ നിറച്ച് ടൂറിസ്റ്റുകളായിരുന്നു കേട്ടോ ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട്. നിങ്ങളൊരു സിനിമ കണ്ടിട്ടുണ്ടോ, ഡിയർ സിന്ദഗി എന്ന് പറയുന്ന ആലിയ ഭട്ടിന്റെയും ഷാരൂഖ് ഖാന്റെയും? അതിനകത്ത് ആലിയ ഭട്ടിന്റെ ഒരു പാട്ടില്ലേ, ലവ് യു സിന്ദഗി, ആ പാട്ട് ഈ ഒരു റോഡിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ആ ഒരു സിനിമ കൂടി കഴിഞ്ഞതോടെയാണ് ഈ റോഡ് കുറച്ചും കൂടി ഫേമസ് ആവാൻ തുടങ്ങിയത്. ഇത് പേര് പോലെ തന്നെ രണ്ട് സൈഡിലും കോക്കനട്ട് ട്രീസ്, പാം ട്രീസ് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് ആ ഒരു പേര് വന്നത്. ഇതിവിടെ പുതിയതായിട്ട് പണിത ഒരു കമ്മ്യൂണിറ്റി പാർക്കാണ്. ഇവിടത്തെ ടൂറിസ്റ്റുകൾ വരുന്ന ആ ഒരു അളവ് കൂടിയത് കൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെന്റ് പണിതതാണ്. എന്തിനാണ്, മദാനി എന്നാണ് ഇതിന്റെ പേര്, ഈ ഒരു പാർക്കിന്റെ പേര്. ബിക്കോസ് ഈ ഒരു റോഡിന് മദാനി റോഡ് എന്നും കൂടി പേരുണ്ട്, പാറ റോഡ് അല്ലാണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ഇത് കൊടുത്തത്. അവിടെ കയറാനും നമുക്ക് ചാർജ് ഉണ്ടായിരുന്നു, 100 rupees per person. ഞങ്ങൾ കയറിയില്ല, കാരണം ഞങ്ങള് അവിടെ റൈഡ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് 2-3 പിക്ചേഴ്സ് എടുക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ കയറേണ്ട ആവശ്യം ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ ഇതിൽ കൂടിയൊക്കെ നടന്നു, കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ റോഡിൽ നിറച്ച ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് നല്ല വീഡിയോസ് അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ഇതേപോലെ നടക്കുന്നതൊക്കെ അങ്ങനെയൊക്കെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ തിരക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ റോഡ് എത്രത്തോളം പ്രത്യേകത ഉണ്ടെന്നുള്ളത്, ഫേമസ് ആണെന്നുള്ളത്. അപ്പൊ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ പാറ കോക്കനട്ട് റോഡിന്റെ വിശേഷങ്ങള്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നല്ല വെയിലായിരുന്നേ, നല്ല പകൽ സമയത്ത് വന്നോണ്ട് നല്ല വെയിലായിരുന്നു. അപ്പൊ ഞങ്ങൾ വേഗം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇതേ സോൾ കടി എന്ന് പറയുന്ന ഒരു ഫേമസ് റെസ്റ്റോറന്റ് ആണ്. അവിടെ കയറി ഫിഷ് താലി കഴിക്കാൻ വേണ്ടി കയറി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡിൽ ഇടും കേട്ടോ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.